എൻ്റെ വണ്ടിയാണ്, എൻ്റെ കൂടെ നിന്നാണ് ഓടിച്ച വണ്ടി എൻ്റെയാണ്. ഞങ്ങൾ രണ്ടും കൂടെ വണ്ടി വന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് രണ്ട് പോലീസുകാർ അവിടെ ഇപ്പോൾ റോഡിൽ. അത് കോൺസ്റ്റബിളാണ് നടുക്കോട്ട് കയറി വന്നിട്ട് ഞങ്ങളെ കൈ കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ എത്തിയതും വണ്ടി സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്ന് ഞങ്ങളെ പിടിച്ച് വണ്ടി ഓടിച്ച് തന്നെ കയ്യെ പിടിച്ച് വലിച്ചിടുമായിരുന്നു. അങ്ങനെ ഓടിച്ചവൻ തെറിച്ച് പോയി, ഞാനും താഴെ വീണ്, കൂടെ പോലീസുകാരനും താഴെ വീണ്. ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്ന് നേരെ വന്ന് പോലീസുകാരനെ പിടിച്ച് എണീപ്പിക്കുമായിരുന്നു. എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ മറ്റേ പോലീസുകാർ നോക്കിക്കൊണ്ടിരിക്കും ഇതും കണ്ടുകൊണ്ട്. ഞാൻ പറഞ്ഞു സാറേ വന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി വന്ന് പിടിക്കുന്നത്, ASI വന്ന് പിടിക്കുന്നത്. പിടിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് പൊക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരെ റോഡിലോട്ട് ചെന്ന് ഒരു വണ്ടിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്കാരൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടനല്ല പോലീസുകാർ താഴെ നടക്കുന്നൊന്ന് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ച് വണ്ടിക്കകത്തോണ്ട് കയറ്റിയപ്പോഴത്തേക്കും മറ്റേ പോലീസുകാരൻ ചെന്നു അവനത്ത് നോക്കിയപ്പോൾ അവൻ മൊത്തം ബ്ലഡായിരുന്നു. അങ്ങനെ തിരിച്ച് വന്നിട്ട് നേരെ വണ്ടിക്കകത്ത് കയറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഈ പോലീസുകാരനെ ഞങ്ങൾ കയറ്റി സുരക്ഷിത വെച്ച്, മറ്റേ അവനവിടെ കിടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ അവനോട് കൊണ്ടുപോകണം, എനിക്ക് ഹോസ്പിറ്റലിൽ അറിയാൻ പറഞ്ഞു, എനിക്ക് വഴിയില്ല, ഞാൻ ആദ്യമായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അവനെ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഒരു മനസ്സാക്ഷി പോലും പുള്ളി കാണിച്ചില്ല. അതാണ് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടായി പോയത് കാര്യം. കാരണം ഞാൻ എൻ്റെ കൂട്ടപ്പോൾ നോക്കാതെയാണ് ആദ്യം പോലീസിനെ എടുത്തിട്ട് ഞാൻ ചെന്നത്. നമ്മളിന്ന് പൊക്കി വണ്ടിയിലോട്ട് വെച്ച് കൊടുക്കുകയും ചെയ്ത് ഞാൻ ഒരു ചേട്ടനെ വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ 3 പിടിച്ചാണ് പുള്ളിക്കാരൻ ജീപ്പിലോട്ട് ആക്കിയത്. ഇതായി കഴിഞ്ഞ് തിരിച്ചപ്പോൾ ഞാൻ സാറേ എൻ്റെ കൂട്ടനെ കൊണ്ടുപോകണം, എൻ്റെ വണ്ടിയിൽ കിടന്നോട്ടാ, ഞങ്ങൾ രണ്ടും കൂടെ വരാമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട നീ നിൻ്റെ വണ്ടി പോയിച്ചാൽ മതി, ഞാൻ ആ പോലീസിനെ കൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെ വെച്ചടിച്ച് പോയി. അതിൻ്റെ പുറകെ 2 ബൈക്കുകാർ വന്നു. അപ്പോൾ അവരുടെയും കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ ഈ പോലീസുകാരൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞാൻ അവനെ പൊക്കിയെടുത്ത് വണ്ടിയിലെത്തി ഞാൻ. എന്നിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക. അല്ല എൻ്റെ കൈയും കാലൊക്കെ പൊട്ടിയെൻ്റെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ വണ്ടിക്കത്തേയും കയറി എൻ്റെ ബെൽറ്റ് ഊരിട്ട് ഞാൻ രണ്ടുകൂടെ കെട്ടി വെച്ച് ഞാൻ. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞാൽ എന്നോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ഈ ബൈക്കിൽ തന്നെയാണോ നിങ്ങൾ ആശുപത്രി? ആ ബൈക്കിൽ തന്നെ ആശുപത്രി കൊണ്ടുപോകുന്നത്. കാരണം അവിടെയുള്ള ഹോസ്പിറ്റലിൽ എനിക്ക് അറിയാൻ പാടില്ല. ഈ 1.5 മണി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. ലാസ്റ്റ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുക, ബെൽറ്റ് ഇട്ടിട്ട് ടൈറ്റായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഞാൻ പറഞ്ഞാൽ നീ എന്നോട് മിണ്ടിയും പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. കാരണം എവിടെ നിന്നൊക്കെയാണ് ബ്ലഡ് വരുന്നത് എനിക്കറിയാൻ പാടില്ല. മൊത്തം ബ്ലഡാണ് ഫുള്ള്, നല്ല മൊത്തം രക്തത്തിരിക്കുകയാണ്. ഞാൻ പേടിച്ചു പോയി. കാരണം ചെവിയുടെ അവിടെ കൊണ്ടുപോയി, ചെവിയുടെ അവിടെ നിന്ന് മൂക്കിൽ നിന്ന് വന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ വന്നാൽ ശരി എന്നോട് മിണ്ടി വർത്താനം പറഞ്ഞാൽ ഇത് എനിക്കാവുള്ളൂ പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്ത് നേരെ വരുന്നത് ഞാൻ ചെട്ടിയാളാണ് പോകുന്നത്. അവിടെ ചെന്ന് കാണിച്ചപ്പോഴത്തേക്കും എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്ത് അവനെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കാര്യം പറയും, ഇന്ന പോലെയാണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടെ ഡോക്ടർ ചോദിച്ചു നീ അവനെ എങ്ങനെ ഇവിടെ എത്തിച്ചെന്നാണ് അവർ എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഒറ്റത്തെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവർ പറഞ്ഞു അവനെ ഞാൻ വിളിച്ചാണ്, എന്നിട്ട് അവർ കയറിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം ഉണ്ടായത്. ആ പോലീസുകാർ നോക്കിയിരിക്കുകയാണ്. മറ്റേ പോലീസുകാർ വീണപ്പോൾ ഞാനാണ് ആദ്യം ചെന്ന് എടുക്കുന്നത് പുള്ളിനെ. മറ്റേ പോലീസുകാർ ഞാൻ വിളിച്ചിട്ടാണ് അങ്ങനെ വരുന്നത് തന്നെ, മനസ്സിലായില്ലേ? അങ്ങനെ പൊക്കിയെടുത്തിട്ട് വരുമായിരുന്നു. അങ്ങനെ വേറൊരാളെ കൂടി വിളിച്ചിട്ട് പറഞ്ഞാണ് ഞങ്ങൾ പൊക്കിയെടുത്ത് ജീപ്പിനകത്തോട്ട് കയറ്റുന്നത്. ആ ഒരു മനസ്സാക്ഷി ഞാൻ കാണിക്കുമ്പോൾ തിരിച്ച് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അത് എന്നോട് അവർ കാണിച്ചില്ല. നിങ്ങൾ കൊച്ചിയിൽ പോയിട്ട് തിരിച്ച് ആലപ്പുഴയ്ക്ക് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് അപകടം ഉണ്ടായത്. എവിടെ വെച്ചായിരുന്നു? ഈ സ്ഥലത്തെ പേര് എനിക്കറിയാം. കണ്ണമാരി അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആളുടെ അവസ്ഥ എന്താണ്? അവസ്ഥ ഭയങ്കര ഗുരുതരമായിരുന്നു. കർച്ച എന്തോ ചെട്ടിയോട് കൊണ്ടപ്പോൾ അവർ വണ്ടാത്തിന് കൊടുക്കണം പറഞ്ഞു. അവനെ ആംബുലൻസിൽ വണ്ടാത്ത് കൊണ്ട് ചെന്ന് അപ്പോൾ അവൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പൊട്ടലുണ്ടായിരുന്നു. ഞാൻ സ്റ്റിച്ചിങ് കളറൊക്കെ ഇട്ട് രാവിലെ 5 ഡോക്ടർമാർ വന്നിട്ടാണ് അവനെ നോക്കാൻ നിന്നത്. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ. അപ്പോൾ എന്നെ മാത്രം അകത്ത് കയറിയിട്ടുള്ളായിരുന്നു. എല്ലാം നോക്കി കണ്ടൊക്കെ വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാലിന് പൊട്ടലുണ്ടായിരുന്നു. പിന്നെ സ്കാനിങ് കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ വിളിച്ച് പറഞ്ഞ് കൂട്ടുകാർ വന്നു. പിന്നെ സ്കാനിങ് കാര്യങ്ങളെല്ലാം എടുക്കണമായിരുന്നു. TT സ്കാനിങ് കാര്യങ്ങളെല്ലാം എടുത്ത് എല്ലാം ചെക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രീറ്റ്മെൻറ്റും ഇത് മോശമായിരുന്നു. പിന്നെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. കടന്നുപിടിക്കുമായിരുന്നു. അത് നിങ്ങൾ വരുമ്പോൾ തടയാൻ ശ്രമിച്ചു. പുള്ളി നേരെ ഞങ്ങൾ വണ്ടിയിൽ വന്ന വരവിൽ തന്നെ ഞങ്ങളൊന്ന് ബ്രേക്ക് പിടിക്കാൻ നിന്നപ്പോഴത്തേക്കും പുള്ളി ഞങ്ങൾ പറ്റ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഇവൻ്റെ കൈ പിടിച്ച് വലിച്ച് അവൻ അങ്ങോട്ടും വീണു, ഞാനും വീണു. പുള്ളി തിരിച്ച് കമ്പന്ന് ഇവിടെ വന്ന് വീഴുകയും ചെയ്തു. പക്ഷേ പുള്ളി പറയുന്നത് പുള്ളിനെ നേരിട്ടൊന്നും ഇടിക്കുമെന്ന് പറഞ്ഞു. പുള്ളിനെ നമ്മൾ നേരിട്ടൊന്നും അടിക്കുകയാണെങ്കിൽ പുള്ളി ഒന്നെങ്കിൽ ഫ്രണ്ടിലോ ഇല്ല എവിടെയാണ് വീഴുന്നത്. പുള്ളി എന്തായാലും ഒരിക്കലും ബാക്കിലൊന്നും വീഴില്ല. നമ്മൾ പോയി ഇടിച്ചെന്നാണ് പുള്ളി അവിടെ പോലീസുകാർ പറഞ്ഞേക്കുന്നത്. ഇത് വാർത്ത ചെയ്തതിനു ശേഷം ഉന്നത പോലീസ് അധികാരികൾ ആരെങ്കിലും? നമ്മൾ ഇപ്പോൾ അപ്പുറത്തെ ഒരു കൗൺസിലുണ്ട് പുള്ളിക്കാരും ഞാനും പിന്നെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് പോയി നേരെ SP കൊണ്ട് പരാതി കൊണ്ട് കൊടുത്തത്. അപ്പോൾ SP അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളിയെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ പെങ്ങളെ ആൾക്കാരുണ്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുടെ അവസ്ഥ എങ്ങനെയാണ്? ഭയങ്കര ഗുരുതരമാണ്. അവൻ്റെ മൂക്കിന് പാലമാണ് പൊട്ടിയെന്ന് പറയുന്നത്. എന്നിട്ട് അത് പോലീസുകാർ ഞങ്ങളുടെ ഇന്നലെ വന്നിട്ട് തർക്കിച്ച് കുറേ കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് ആ പയ്യനെ പോയി കണ്ടിന്നലെ പോയി. ഈ പോലീസുകാരുടെ പേര് ഇല്ല എനിക്കറിയില്ല. ഒന്നും അറിയില്ല. ഇല്ല ഇന്നലെ അവിടെ വന്നായിരുന്നു അവർ മോശമായിട്ടാണോ പെരുമാറുന്നത്? അവരിന്നലെ രാവിലെ ഒന്ന് ചൂടായി. ആദ്യമൊക്കെ ഒന്ന് ചൂടായി. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഞാൻ പറഞ്ഞു സാറേ അവനൊന്ന് പോയി എൻ്റെ കാര്യം വിട്ടേക്കാം, എൻ്റെ കയ്യോ കാലോ ചെറുതായിട്ട് പൊട്ടിയിട്ടുള്ളൂ, എൻ്റെ വിട്ടേക്കാം സാറ് അവന്മാരുടെ കാര്യം നോക്കിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് പോയി നോക്കി അങ്ങനെ പോയി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ ഇവിടെ പൊട്ടിയിരിക്കുന്നു. പിന്നെ ഒരക്ഷരം ഞങ്ങളൊന്നും മിണ്ടിയിട്ടില്ല. നമ്മൾ കാണിച്ചതിൽ ഒരു കൂറ് പോലും തിരിച്ച് നമ്മളോട് കാണിച്ചില്ല. അതാണ് ഏറ്റവും വലിയ. നിങ്ങൾ വരുന്നൊരു വണ്ടി ഇങ്ങനെ പിടിച്ച് നിയന്ത്രണം വിടുന്ന രീതിയിലൊക്കെ തടയുമ്പോൾ ആ പോലീസുകാരൻ ശരിക്കും മദ്യപിച്ചോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല നമുക്ക് തോന്നിയില്ല. നമുക്ക് തോന്നിയില്ല. ചില പറയാൻ പറ്റത്തില്ല. ക്രിസ്മസ് കഴിച്ചു പോകായിരിക്കും.
പറഞ്ഞു നമ്മളെ ഊതിക്കാനായിട്ടാണ് ശരി, നമ്മൾ ഇപ്പോൾ വെള്ളം അടിച്ചാലും ശരി, എന്താണെങ്കിലും ശരി, ഇങ്ങനെ പിടിച്ച് വലിച്ചേണ്ട ഒരു കാര്യം അവർക്കില്ല. ഒന്നെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, കൈ കാണിച്ചില്ല എന്നുള്ളതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് പെറ്റി നമുക്ക് അടച്ചാൽ മതി. ഇങ്ങനെ വലിച്ചേണ്ട കാര്യം എന്തായാലും ഇല്ല അവർക്ക്. ഞങ്ങളങ്ങനെ വെള്ളം ഒടിച്ചിട്ടാണ് വന്ന് വണ്ടി അടിക്കാൻ വന്നിട്ട് എനിക്ക് ചാടി കയറി ആ പോലീസുകാരനെ പിടിക്കാൻ അവനവിടെ കിടത്തിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയി സഹായിക്കുന്നത്. അങ്ങനെ അതിൻ്റെ എനിക്ക് ആവശ്യമില്ലായിരുന്നു. ഈ പോലീസുകാർ ശരിക്കും ഈ പോലീസുകാരനെയും പിടിച്ച് വണ്ടി കയറ്റിയ പോലീസുകാർ ആരും ഇറങ്ങിയില്ലേ? അപ്പോൾ ഒരു 2 പേരേ ഉള്ളൂ, ഒന്ന് എസ് ഐയും പിന്നെ ഡ്രൈവറാണ് ഇങ്ങനെ ഞങ്ങളെ പിടിച്ച് കയറ്റി വലിച്ചിട്ടത്, പുള്ളിയും താഴെ വീണത്. അങ്ങനെ ഞാനാണ് ആദ്യം എടുക്കുന്നത്. എടുത്തിട്ട് എനിക്ക് പൊങ്ങാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ആ സാറിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ ഒരു പാനിക്കായി കാണും, അതുകൊണ്ടായിരിക്കും. അങ്ങനെ പുള്ളിക്കാരൻ കൂടെ വന്ന് ഞങ്ങൾ 2 പേരും പിടിച്ചിട്ട് പൊങ്ങുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ റോഡിലോട്ട് ഞാൻ ചെന്ന്, അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നു. ഞാൻ റോഡിൽ ചെന്നിട്ട് ഒരു ചേട്ടനെ വിളിച്ച്, ഞാൻ ആ ചേട്ടൻ വന്ന് ഞങ്ങൾ 3 പേരുടെ പൊക്കിയെടുത്താണ് പുള്ളിയെ ജീപ്പിലോട്ട് കയറ്റുന്നത്. ജീപ്പിലോട്ട് കയറ്റിയപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കൂട്ടുകാരോട് ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്ത ബൈക്ക് പറഞ്ഞ് പറ്റത്തില്ല, ഒരു കാര്യം ചെയ്ത് നീ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ, ഞാൻ അവനെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വെച്ചടിച്ച് പോയി. ഇതാണ് സംഭവം. പിന്നെ ആ നിപ്പിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. കാരണം ഫോൺ 2 പേരുടെ സ്വിച്ച് ഓഫ്, ആരും ഇല്ലതാനും. പിന്നെ എനിക്ക് അറിയത്തുമില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. പിന്നെ നേരെ എനിക്ക് ആ കിട്ടിയതെന്ന് വെച്ചാൽ അവിടെ പോയി ചെട്ടിയാട് പോവുക. ഈ ഒരു തീരദേശമുള്ള ആറ് മാത്രമേ ഉള്ളൂ എനിക്കറിയാവുന്നത്. കാരണം എല്ലാ സാധനം വണ്ടിയുടെ പുറകെ കയറ്റി ബെൽറ്റിങ് കിട്ടിയിട്ട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, എന്നോട് സംസാരിക്കണം പോകുന്നത്. വേറെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് സംഭവിച്ച് അടിച്ച് താഴെ വീണ് എന്ത് ചെയ്യും? അവർ പേടിക്ക് എനിക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത്. ക്രിസ്മസിന്റെ അന്നാണ് സംഭവിക്കുന്നത്. അതെ, വെളുപ്പിനെ. ക്രിസ്മസിന്റെ പിറ്റേ ദിവസം വെളുപ്പിനെ 26-ാം തീയതി.